ഹലോ സ്റ്റുഡൻസ്, നമ്മൾ പ്രോബ്ലം നമ്പർ 12 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. നമുക്കറിയാം നമ്മൾ എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന 11 ചോദ്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതിനിടയ്ക്ക് നമ്മൾ എക്സംഷനുകളും പറഞ്ഞിട്ടുണ്ട്. ഇനി 12th പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നമുക്ക് സൊല്യൂഷൻസ് നിങ്ങൾ ചെയ്യേണ്ടി വരും. എക്സ്പ്ലനേഷൻ മാത്രമാണ് ഞാനിതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാം, നിങ്ങളത് കേട്ടിട്ട് അതിൻ്റെ ആൻസർ തയ്യാറാക്കാം കേട്ടോ. ഓക്കെ, മിസ്റ്റർ ഹേമന്ത് സോൾഡ് സം ഓർണമെൻറ്റ്സ് ഫോർ റുപ്പീസ് 16 lakh, 16 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. ഓർണമെൻറ്റ്സ് ആണ് വിൽക്കണേ എന്നുള്ള കാര്യം ഓർക്കുക. 1/12/2012, 1 December 2019. ദീസ് ഓർണമെൻറ്റ്സ് വേർ പർച്ചേസ്ഡ് ഓൺ 1 November 1989 ആണ്. അപ്പോൾ നമുക്കറിയാം 2001-2 മുമ്പാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഫെയർ മാർക്കറ്റ് വാല്യൂ എടുത്തിട്ട് കമ്പയർ ചെയ്ത് വിച്ചോറിയസ് ഹയർ എടുത്തിട്ട് ഇൻഡെക്സ് ചെയ്യണം. ഓക്കെ, ഒന്നുമില്ല. അതേപോലെ ഡിപ്രീസിബിൾ അസറ്റാണ് തന്നെങ്കിൽ നമ്മൾ എന്ത് പറയും, നമ്മൾ ഷോർട്ട് ടൈം ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു അല്ലേ. റിട്ടേൺ ഡൗൺ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ട് എടുക്കണം. അപ്പോൾ അതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ അത് വെദർ ഇറ്റ് ഈസ് ലോങ് ടൈം ഓർ ഷോർട്ട് ടൈം ഡിറ്റർമിൻ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ഹാവ് ടു ഡിറ്റർമിൻ വെദർ ദീസ് അസറ്റ്സ് ആർ ഷോർട്ട് ടൈം ഓർ ലോങ് ടൈം. അപ്പോൾ ഷോർട്ട് ടൈം ആണെങ്കിൽ 3 വർഷത്തിൽ കുറവാണെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ട് എടുക്കണം. 3 വർഷത്തിൽ കൂടുതലാണെങ്കിൽ ഹോൾഡിംഗ് പീരീഡ് കേട്ടോ. ഹോൾഡിംഗ് പീരീഡ് 3 വർഷത്തിൽ കുറവാണെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടും, 3 വർഷത്തിൽ കൂടുതലാണെങ്കിൽ ലോങ് ടൈം ആയിരിക്കും. അതൊക്കെ നമുക്ക് പൊതുവെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഡിപ്രീസിബിൾ അസറ്റ് അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ, ബുക്ക് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഷോർട്ട് ടൈം ആയിട്ട് എടുക്കും. സെക്ഷൻ 50 സബ്സെക്ഷൻ 2 പ്രകാരം തന്നെ ഷോർട്ട് ടൈം ആയിട്ട് എടുക്കും നമ്മൾ പറഞ്ഞു. അതുപോലെ ഇവിടെ നമ്മൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ 2001-2002 1 April 2001 മുതലാണ് ഇൻഡെക്സേഷൻ നമ്മൾ 100 നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് പർച്ചേസ് ചെയ്ത ഒരു അസറ്റ് ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ വിച്ച് ഹയർ എടുത്തിട്ട് വേണം നമുക്കതിനെ ചെയ്യാനായിട്ട്. അപ്പോൾ 289/100 കൊണ്ട് നമുക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതാണ്. ഇവിടെ 1989 അസറ്റ് വാങ്ങിച്ചത്. ഈ ഓർണമെൻറ്റ്സ് വാങ്ങിച്ചത് 1989. അപ്പോൾ തീർച്ചയായിട്ടും 2001 മുമ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1/4/2001 ഈ ഫെയർ മാർക്കറ്റ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 2 ലക്ഷം തന്നിട്ടുണ്ട്. അന്നത് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 80,000 രൂപയ്ക്കാണ് അന്ന് വാങ്ങിച്ചത്. വിച്ച് ഹയർ അപ്പോൾ 2 lakh. അപ്പോൾ മിസ്റ്റർ ഹേമന്ത് പർച്ചേസ്ഡ് ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ NHAയുടെ ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. NHAയുടെ ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അത് 1 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ എടുത്ത് വാങ്ങിച്ചത്. പിന്നെ ഇക്വിറ്റി ഷെയർസ് വർത്ത് റുപ്പീസ് 1 lakh ഇക്വിറ്റി ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട്. ഹി സോൾഡ് ഹിസ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ റുപ്പീസ് 5 lakh ഇൻ പ്രീവിയസ് ഇയർ. He purchased this land in 2009-10 for rupees 90,000. This land was situated in a വില്ലേജിലാണ്. അപ്പോൾ നമുക്കത് അറിയാം. നമുക്ക് ലാൻഡ് നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് എടുക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. ലാൻഡ് അഗ്രികൾച്ചർ ലാൻഡ് ആയിട്ട് റൂറൽ ഏരിയയിലാണെങ്കിൽ നമ്മൾ എടുക്കില്ല, വില്ലേജിലാണെങ്കിൽ നമ്മൾ എടുക്കാൻ പാടില്ല, ക്യാപിറ്റൽ അസറ്റായിട്ട് എടുക്കില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നിയമത്തിലുള്ളതാണ്. ഹീ സോൾഡ് ദ ബോണ്ട്സ് ഓൺ 1 October 2020 for rupees 4,50,000 for the assessment year 2020. കാൽക്കുലേറ്റ് ഹിസ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ, ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് ഹെഡിങ് കൊടുക്കുക. ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2021. ആദ്യം തന്നെ ഒരു പർട്ടിക്കുലേഴ്സുകളും 2 എമൗണ്ടുകളും നമ്മൾ വരയ്ക്കും. 2 കോളങ്ങൾ, ഒരു പർട്ടിക്കുലേഴ്സുകളും 2 എമൗണ്ട് കോളങ്ങളും വരയ്ക്കുക. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഓർണമെൻറ്റ്സ് ചെയ്താൽ, അതായത് ഫുൾ വാല്യൂ കൺസിഡറേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത് 16 lakh. ഓക്കെ, 16 ലക്ഷം ഫസ്റ്റ് കോളത്തിൽ എഴുതാം. എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ട് ലെസ് സെല്ല് എക്സ്പെൻസസ് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇടുക. ആ 16 ലക്ഷം തന്നെ സെക്കൻഡ് കോളത്തിലേക്ക് എടുത്ത് എഴുതാം. അതാണ് നെറ്റ് കൺസിഡറേഷൻ. നെറ്റ് വാല്യൂ ഓഫ് കൺസിഡറേഷൻ 16 ലക്ഷം വരും. ഓക്കെ, ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെ കാണും? ഈ 89 വാങ്ങിച്ച 80,000 രൂപയ്ക്കാണ്. അപ്പോൾ 2001 മുമ്പായതുകൊണ്ട്, 1/4/2001 മുമ്പായതുകൊണ്ട് 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ 2 ലക്ഷം ഈ 80,000 തമ്മിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് വിച്ച് ഹയർ എടുക്കുക. 80,000 2 lakh. അപ്പോൾ 2 lakh എടുത്തു. 2 lakhന് ഇൻഡെക്സ് ചെയ്യുന്നു. 2 lakh ഇൻഡെക്സ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് നമ്പർ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സ് നമ്പർ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഇതിൽ ഇൻഡെക്സേഷൻ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണ്, വിൽക്കുന്ന വർഷത്തെ ഇൻഡെക്സ് നമ്പർ 289, 2001 ഇൻഡെക്സ് നമ്പർ 100 നമ്മൾ ബൈ ഹാർട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 289/100 നമ്മൾ ചെയ്യണം. അപ്പോൾ വിച്ച് ഹയർ എടുത്തതിന് ശേഷം 80,000 2 ലക്ഷം, 80,000 2 ലക്ഷം. അപ്പോൾ 2 ലക്ഷം ഇൻറ്റു 289/100 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5,78,000 കിട്ടും. 5,78,000 ഓർത്ത് വയ്ക്കുക, അതിലേക്ക് എഴുതാം. അപ്പോൾ 16 ലക്ഷമാണ് നമ്മുടെ നെറ്റ് കൺസിഡറേഷൻ. ഈ ഓർണമെൻറ്റ്സ് വിൽക്കുമ്പോഴുണ്ടാകുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 16 ലക്ഷമാണ്. ഈ 16 ലക്ഷത്തിൽ നിന്നും
ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ പറഞ്ഞു 80,000 എടുക്കരുത്. 81 ആണ് അത് വാങ്ങിച്ചിരിക്കുന്നത്, 89 വാങ്ങിച്ചിരിക്കുന്നത്. 2001 മുമ്പാണത്. അപ്പോൾ 2001 മുമ്പ് വാങ്ങിച്ച പ്രോപ്പർട്ടി ആയതുകൊണ്ട്, ഓർണമെൻറ്റ്സ് ആയതുകൊണ്ട് 80,000 ഈ പറഞ്ഞ ഫെയർ മാർക്കറ്റ് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു സയർ 2 lakh വരും. ഈ 2 lakh ഇൻറ്റു 289 ഡിവൈഡ് ബൈ 100. 2001 2002 ഇൻഡെക്സ് 100 ഫിക്സ് ചെയ്ത് ഗവൺമെൻറ് തന്നിട്ടുള്ളത്. അപ്പോൾ 2001 100 ആയിരിക്കണം, അല്ലെങ്കിൽ ആയിരിക്കും എന്നുള്ള ഒരു അറിവ് നമുക്ക് വേണം. അതുപോലെ ഈ വർഷത്തെ ഇൻഡെക്സ് നമ്പർ 289 ആണെന്നുള്ള അറിവ് നമുക്ക് വേണം. ഓക്കെ, ഇത് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇടയ്ക്കുള്ളത് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ചിലതൊക്കെ നമുക്ക് ബൈഹാർട്ടാക്കി വെക്കേണ്ടി വരും. ഒരു വർഷം എക്സാമിന് ഇത് ചോദിച്ചില്ല, അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടായി വന്ന എസ് എ ക്വസ്റ്റനായിട്ടാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ മിക്കവാറും തരാറുണ്ട്, തന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ ചില വർഷത്തേക്ക് ഇൻഡെക്സ് നമ്പറുകളൊക്കെ ബൈഹാർട്ട് ആക്കി വയ്ക്കുക. 2001 100 2019 20 289. ഇതൊക്കെ നമ്മൾ എന്തായാലും യൂഷ്വലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ 16 ലക്ഷത്തിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനായ 2 ലക്ഷം ഇൻറ്റു 289/100 5,78,000 വരും. ഓക്കെ, ഈ 5,78,000 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 10,22,000 വരും. 10,22,000 വരും. 10 ലക്ഷം. ഇതാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് വരുന്നത്. ഇനി അതിൽ നിന്ന് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോണ്ടുകളാണ് വാങ്ങിച്ചിരിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI എത്ര ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്? 4 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. 4 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ 4 ലക്ഷം രൂപയ്ക്ക് ക്യാപിറ്റൽ NHAIയുടെ ഇത് നമുക്ക് 54 EC പ്രകാരമാണ് നമുക്ക് എക്സംഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് നമ്മൾ വിൽക്കുന്നു, എന്നിട്ട് അത് സ്പെസിഫൈഡ് ബോണ്ടുകളിൽ അസറ്റ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ NHAIയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹേമന്ത് അത് ഇൻവെസ്റ്റ് ചെയ്തത് NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ 4 ലക്ഷം. അപ്പോൾ 4 ലക്ഷം രൂപയുടെ എക്സംഷൻ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ 10,22,000 നിന്നും കോസ്റ്റ് ഓഫ് ബോണ്ട് പർച്ചേസ്ഡ് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓർണമെൻറ്റ്സ് അണ്ടർ സെക്ഷൻ 54 EC പ്രകാരം നമുക്ക് 4 ലക്ഷം കുറയ്ക്കാം. അപ്പോൾ 10,22,000 നിന്നും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയ 10,22,000 നിന്നും 4 ലക്ഷം രൂപ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് നമ്മുടെ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. അതായത് 6,22,000 വരും. 6,22,000. ഓക്കെ, അപ്പോൾ അത് ടാക്സബിൾ ഗെയിൻ. ഇനി ഈ ബോണ്ട് നമ്മൾ വിൽക്കുകയാണെങ്കിലോ 1/10/2020 വിറ്റല്ലോ, ടാക്സബിൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 4 ലക്ഷമാണ് നമുക്ക് എക്സംഷൻ കിട്ടിയത്. അപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 50,000 ഫോർ 2021. അപ്പോൾ അതിൽ നമുക്ക് എക്സംഷൻ കിട്ടിയിരിക്കുന്നത് നമുക്ക് 4 ലക്ഷം രൂപയാണ്. ഇത് വിറ്റിരിക്കുന്നത് എത്രയാണ്? വിറ്റിരിക്കുന്നത് 4,50,000 രൂപയ്ക്ക്. ഹീ സോൾഡ് ദ ബോൺസ് ഓൺ 1/10/2020. അപ്പോൾ അത് നമ്മൾ നേരത്തെ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ 4,50,000 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. 4 ലക്ഷമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ 4,50,000 നിന്ന് 4 ലക്ഷം കുറയ്ക്കുമ്പോൾ നമുക്ക് 50,000 രൂപ ക്യാപിറ്റൽ ഗെയിൻ വരും. ഏത് വർഷം? 2021-22. 2020-21 അസസ്മെൻറ്റ് ഇയറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ പറഞ്ഞു 6,22,000 ഇത് നമ്മൾ 21-22 ക്യാപിറ്റൽ ഗെയിനാണ് നമ്മൾ പറഞ്ഞത് 4,50,000 മൈനസ് 4 ലക്ഷം. അപ്പോൾ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക, കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് എഴുതിയിട്ട് അസസ്മെൻറ്റ് ഇയർ 21-22 എന്ന് എഴുതാം. 21-22 എന്ന് എഴുതാം. സെല്ലിംഗ് പ്രൈസ് എത്ര എഴുതാം? സെല്ലിംഗ് പ്രൈസ് 4,50,000 എഴുതാം. കോസ്റ്റ് എത്ര എഴുതാം? കോസ്റ്റ് 4 ലക്ഷം എഴുതാം. കുറയ്ക്കുക 50,000 രൂപ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രോബ്ലം നമ്പർ 12 അല്ലേ? പ്രോബ്ലം നമ്പർ 12 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, താങ്ക് യു.